ബി.ജെ.പി. സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ ഒരുങ്ങുന്ന പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട വനിതയ്ക്കും കുടുംബത്തിനും നേരെ സിപിഎമ്മിന്റെ വധഭീഷണി. പാലക്കാട് തരൂർ പഞ്ചായത്തിലെ 4-ാം വാർഡിൽ മത്സരിക്കാനൊരുങ്ങുന്ന രാജലക്ഷ്മിക്കും കുടുംബത്തിനും നേരെയാണ് ഭീഷണി. തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാൽ ഭർത്താവിനെ കൊന്നുകളയുമെന്നും ഭീഷണിപ്പെടുത്തുകയാണ് ഈ സിപിഎം. 26-കാരിയായ യുവതി ആലത്തൂർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. വിവരങ്ങൾ നൽകാൻ അരുൺ ആലത്തൂർ ചേരുന്നുണ്ട്. അരുൺ ആലത്തൂർ, എന്താണ് ഈ കേരളത്തിൽ സംഭവിക്കുന്നത്? ഈ ഭീഷണിപ്പെടുത്തി വോട്ട് പിടിക്കാം എന്നാണോ ഈ സിപിഎമ്മിന്റെ വിചാരം? ഈ യുവതിക്കെതിരെ എന്തുതരം ഭീഷണിയാണ് ഈ സിപിഎം ഉയർത്തുന്നത്? ഈ പോലീസ് നടപടി എങ്ങനെ പുരോഗമിക്കുന്നു? ബി.ജെ.പി. സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ ഒരുങ്ങുന്ന പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട വനിതയ്ക്കും കുടുംബത്തിനും നേരെ സിപിഎമ്മിന്റെ ഗുണ്ടായിസം, സിപിഎമ്മിന്റെ വധഭീഷണി. തദ്ദേശ തെരഞ്ഞെടുപ്പ് പടുക്കുംതോറും സിപിഎമ്മിന് ഉള്ളിൽ ആദിയാണ്. കാരണം ഭരണവിരുദ്ധ വികാരം അലയടിക്കുന്നുണ്ട്. എന്ത് ചെയ്യണമെന്നറിയില്ല. എന്നാൽ ഗുണ്ടായിസം പുറത്തെടുക്കാം എന്നുള്ളൊരു നിലപാട് സ്വീകരിക്കുന്നു. അതാണിപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ വിവരങ്ങൾ നൽകാൻ അരുൺ ചേരുന്നുണ്ട്. അരുൺ, ബി.ജെ.പിയെ എന്തിനാണ് സിപിഎം ഇത്രത്തോളം ഭയക്കുന്നത്? ഈ ഗുണ്ടായിസം കാണിക്കാൻ ആർക്കാണ് ഇവർക്ക് ലൈസൻസ് അനുവദിക്കുന്നത്? അരുൺ, തീർച്ചയായിട്ടും പാലക്കാട് തരൂർ പഞ്ചായത്തിൽ സിപിഎമ്മിന് വലിയ സ്വാധീനമുള്ള പഞ്ചായത്താണ് തരൂർ പഞ്ചായത്ത്. ആ തരൂർ പഞ്ചായത്തിൽ 4-ാം വാർഡിൽ ബി.ജെ.പി. സ്ഥാനാർത്ഥിയായി, അതൊരു പട്ടികജാതി വനിതാ സംവരണ വാർഡാണ്, അവിടെ മത്സരിക്കാൻ ഒരുങ്ങുന്ന വനിതാ സ്ഥാനാർത്ഥിക്ക് നേരെയാണ് ഇത്തരത്തിൽ സിപിഎമ്മിന്റെ ഭാഗത്ത് നിന്ന് ഒരു വധഭീഷണി ഉണ്ടായിരിക്കുന്നത്. ആ സ്ഥാനാർത്ഥിയെയും അതുപോലെ തന്നെ സ്ഥാനാർത്ഥിയുടെ ഭർത്താവിനെയും ഒന്നും സ്വൈര്യമായി ജീവിക്കാൻ അനുവദിക്കില്ല, ഭർത്താവിനെ വകവരുത്തുമെന്നുൾപ്പെടെ ഭീഷണിപ്പെടുത്തി എന്നുള്ളതാണ് ഇവർ ആലത്തൂർ പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നത് എന്നുള്ളതാണ്. കഴിഞ്ഞ 8-ാം തീയതി രാവിലെ ഒരു 10:35 ബന്ധുവായ വ്യക്തിയാണ് സിപിഎം പാർട്ടിയുടെ തീരുമാനം പാർട്ടിയിലെ നിരവധി നേതാക്കൾ അറിയിച്ച കാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ കാര്യങ്ങൾ ഈ യുവതിയോട് വിശദീകരിക്കുന്നത്. അതായത് ഈ മത്സരത്തിൽ നിന്ന് ഒന്നുകിൽ പിന്മാറണം, അങ്ങനെ പിന്മാറാത്ത പക്ഷം സ്വൈര്യമായി ജീവിക്കാൻ പാർട്ടി അനുവദിക്കാത്ത സാഹചര്യം ഉണ്ടാവും, അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് പിന്മാറുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത് എന്നുൾപ്പെടെയായിരുന്നു പറഞ്ഞത്. പിന്നീട് തൻ്റെ മകൻ കൂടെയായ ഈ യുവതിയുടെ ഭർത്താവ് വളരെ ദൂര സ്ഥലങ്ങളിലൊക്കെ ജോലിക്ക് പോകുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ജോലിക്ക് പോകുന്ന വ്യക്തി ആയതുകൊണ്ട് തന്നെ ആ വ്യക്തി നഷ്ടപ്പെട്ടാൽ നിങ്ങൾക്കൊന്നും പോവില്ലല്ലോ എന്നൊക്കെ തരത്തിൽ ആ യുവതിയോട് പറഞ്ഞു എന്നുള്ളതാണ്. അതായത് കൃത്യമായിട്ട് ഭർത്താവിനെ വകവരുത്തും എന്ന തരത്തിലുള്ള ഭീഷണി എന്നുള്ളത് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ആ കാര്യങ്ങളെല്ലാം വിശദമായി പോലീസിനോടാണ് ഇവർ വിവരിച്ചിരിക്കുന്നത്. ഏതായാലും ഇപ്പോഴും അവർക്ക് വലിയ ഭയമുണ്ട്. ഈ കാര്യങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുമോ എന്നുള്ള ഭയം. ഈ വധഭീഷണി നേരിടുന്ന ഈ 26-കാരിക്ക് സംരക്ഷണം ഒരുക്കാൻ പോലീസ് തയ്യാറാണോ? ഈ യുവതി നൽകിയ പരാതിയിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടോ പ്രാഥമികമായി? നിലവിൽ ആലത്തൂർ പോലീസ് പരാതി പരിശോധിക്കാം എന്ന് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. മറ്റ് നടപടികളൊന്നും ഇതുവരെ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അതേസമയം തന്നെ യുവതിയുടെ ഭർത്താവും ഉൾപ്പെടെ പറയുന്നത് തങ്ങൾക്ക് കൃത്യമായ സംരക്ഷണം വേണം, പോലീസിന്റെ ഭാഗത്തു നിന്ന് കൃത്യമായ നടപടി ഈ വിഷയത്തിൽ വേണം. ആരാണ്, അതായത് ബന്ധുവായ വ്യക്തിയെ അവർ കുറ്റപ്പെടുത്തുന്നില്ല. കാരണം ബന്ധുവായ വ്യക്തിയോട് ഇത്തരത്തിൽ പാർട്ടിയുടെ ഈ തിട്ടൂരം അല്ലെങ്കിൽ പാർട്ടിയുടെ കാര്യങ്ങൾ എന്ന തരത്തിൽ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് പാർട്ടിയിലെ ആരൊക്കെയാണ് ആ വ്യക്തികൾക്കെതിരെ ഉൾപ്പെടെ നടപടികൾ വേണം എന്നുള്ളതാണ് പ്രധാനമായിട്ടും ആവശ്യമായിട്ട് ഇവർ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും പോലീസ് വിഷയത്തിൽ അന്വേഷണം നടത്തുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഈ യുവതി അവിടെ സ്ഥാനാർത്ഥിയായി വന്നതോടുകൂടെ തന്നെ ബി.ജെ.പിയിൽ വലിയ ഒരു പ്രതീക്ഷ ഉണ്ട്. ആ വാർഡിനെ സംബന്ധിച്ചിടത്തോളം ആ വാർഡിൽ ജനങ്ങൾക്ക് ഇടയിൽ വലിയ സ്വീകാര്യത ഈ സ്ഥാനാർത്ഥിക്ക് പ്രഖ്യാപനത്തിന് മുൻപ് തന്നെ ലഭിക്കുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവരെ അവിടെ മത്സരത്തിൽ നിന്ന് പിന്മാറാൻ വേണ്ടി ഇത്തരത്തിലുള്ള ഭീഷണി മുഴക്കുന്നത് എന്നുള്ളതാണ് പ്രധാനമായിട്ടും ബി.ജെ.പി ഈ വിഷയത്തിൽ പറയുന്നത്. അതേസമയം തന്നെ ഈ ഭീഷണിക്ക് മുൻപിലൊന്നും വഴങ്ങില്ല, മത്സര രംഗത്ത് നിന്നും പിന്മാറാനും ഉദ്ദേശിക്കുന്നില്ല, ജനങ്ങൾ തന്നോടൊപ്പം ഉണ്ട് എന്നുള്ളതാണ് യുവതി പറയുന്നത്. അതുകൊണ്ട് തന്നെ മത്സരത്തിൽ ഉറച്ച് മുന്നോട്ട് പോകാനുള്ള തീരുമാനത്തിലാണ് ഈ യുവതിയാണെങ്കിലും യുവതിയുടെ കുടുംബമാണെങ്കിലും ഉള്ളത്. ഒപ്പം തന്നെ ബി.ജെ.പിയും ശക്തമായി ഈ യുവതിക്കും അതുപോലെ തന്നെ കുടുംബത്തിനും പിന്തുണയുമായി തങ്ങൾ രംഗത്തുണ്ടാവും എന്നുള്ള നിലപാട് അവർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഏതായാലും പാലക്കാട് തരൂർ പഞ്ചായത്തിലെ 4-ാം വാർഡിൽ മത്സരിക്കാൻ ഒരുങ്ങുന്ന രാജലക്ഷ്മി എന്ന ഒരു പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട യുവതിക്ക് നേരെയാണ് മത്സരത്തിന് ഇറങ്ങുന്നതിന് മുൻപ് തന്നെ സിപിഎമ്മിന്റെ ഇത്തരത്തിലുള്ള ഒരു വധഭീഷണി ഉയർന്നിരിക്കുന്നത്.
യെസ് അരുൺ, അത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഒരു CPM പ്രവർത്തകയ്ക്ക് നേരെയാണ് ഈ വധഭീഷണി നേരിട്ടിരുന്നത് എങ്കിൽ ഇപ്പോൾ പോലീസ് സംരക്ഷണ കവചം ഒരുക്കി കൂടെ നിന്നേനെ. മാത്രമല്ല കേരളം മുഴുവൻ ഈ CPMന്റെ ഒരു ഗുണ്ടായിസം അതാണ് നടക്കുന്നത്. വളരെ ആശങ്കാജനകമാണ് ഈ സ്ഥിതിവിശേഷങ്ങൾ. വോട്ടിന് വേണ്ടി എന്തും ചെയ്യാൻ അവർ തയ്യാറാണെന്നുള്ള തരത്തിലുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. ഇനി